മുസ്ലിം ലീഗിന്റെ ഉരുക്കുകോട്ടയായ പൊന്നാനി മണ്ഡലം തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ ഭൂരിപക്ഷം നിലനിർത്താനാകുമോ എന്നതാണ് UDF ക്യാമ്പ് ആലോചിക്കുന്നത്. അതേസമയം പൊന്നാനിയിൽ അട്ടിമറി വിജയം പ്രതീക്ഷിക്കുകയാണ് ഇടതുമുന്നണി. മുസ്ലിം ലീഗിന്റെ അഭിമാന തട്ടകമായ പൊന്നാനിയിൽ ഭൂരിപക്ഷം കുറയുന്നത് പോലും ലീഗിന് തിരിച്ചടിയാകും. അതേസമയം പൊന്നാനിയിൽ അട്ടിമറി ജയം പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഇടതുമുന്നണി കളത്തിലിറങ്ങുന്നത്. തിരൂരങ്ങാടി, താനൂർ, തിരൂർ, പൊന്നാനി, തവനൂർ, കോട്ടക്കൽ, തൃത്താല എന്നീ നിയമസഭാ മണ്ഡലങ്ങൾ ഉൾക്കൊള്ളുന്ന പൊന്നാനി ലോക്സഭാ മണ്ഡലം വർഷങ്ങളായി മുസ്ലിം ലീഗ് നിലനിർത്തിപ്പോരുന്ന മണ്ഡലമാണ്. 1977 മുതൽ ഇതുവരെ തുടർച്ചയായ വിജയമാണ് ലീഗിന് പൊന്നാനി നൽകിയത്. എന്നാൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 25,410 വോട്ടിന്റെ മാത്രം ഭൂരിപക്ഷമാണ് ET മുഹമ്മദ് ബഷീർ MP നേടിയത്. 40.51% വോട്ട് നേടിയ ഇടതുമുന്നണിയും മണ്ഡലത്തിൽ ശക്തിപ്പെട്ടു വരികയാണ്. ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേടിയ വോട്ടുകൾ ഇടതുമുന്നണിക്ക് പ്രതീക്ഷ നൽകുന്നതായാണ് വിലയിരുത്തൽ. മണ്ഡലം നല്ല വിജയസാധ്യതയുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കുറഞ്ഞ വോട്ടിനാണ് പരാജയപ്പെട്ടത്. ഞങ്ങളുടെ സംഘടന മിഷണറിയുടെ പോരായ്മ ഉണ്ടായിരുന്നു. 2 UDF അവസാനം SDPI പോലെയുള്ള സംഘടനകളുമായി ഉണ്ടായിട്ടുള്ള ചില ധാരണകളുടെ അടിസ്ഥാനത്തിലാണ് നേരിയ വോട്ടിന് UDFന് ജയിക്കാൻ കഴിഞ്ഞത്. അതിനുശേഷം നടന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിൽ UDFും LDFും തമ്മിലുള്ള വ്യത്യാസം 3000 വോട്ടിന് താഴെയാണ്. എന്നാൽ നാളിതുവരെ തങ്ങളെ പിന്തുണച്ച പൊന്നാനി മണ്ഡലത്തിൽ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കാനാവുമെന്ന് തന്നെയാണ് മുസ്ലിം ലീഗിന്റെ പ്രതീക്ഷ. പൊന്നാനിയെ സംബന്ധിച്ച് കഴിഞ്ഞ കാലത്തിലേറെ പ്രതീക്ഷ നമുക്ക് ഇത്തവണ ഉണ്ട്. ഒന്നാമത് UDF വളരെ ശക്തമാണ്. പാർട്ടി സംവിധാനവും കഴിഞ്ഞിട്ടേറെ ശക്തമായി നിൽക്കുകയാണ്. പിന്നെ രാഷ്ട്രീയ സാഹചര്യങ്ങളും അനുഗുണമാണ്. ഈ എല്ലാ സാഹചര്യം വെച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് കഴിഞ്ഞ തവണ കിട്ടിയിലേറെ ഭൂരിപക്ഷം ഇത്തവണ അവിടെ ഉണ്ടാവും. മണ്ഡലത്തിൽ 8.63% മാത്രം വോട്ടുകളുള്ള BJPയും ഇത്തവണ നില മെച്ചപ്പെടുത്താനുള്ള പരിശ്രമത്തിലാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള കാഹളം മുഴങ്ങിയതു മുതൽ ഇരു മുന്നണികളും കാര്യമായ മുന്നൊരുക്കങ്ങളോടെയാണ് പൊന്നാനി മണ്ഡലത്തിൽ നിറഞ്ഞു നിൽക്കുന്നത്. വിബി തടത്തിലിനൊപ്പം മുജീബ് റഹ്മാൻ, മീഡിയ 1, മലപ്പുറം.